വെൽക്കം ടു ജിലേബി ക്യുസീൻ. ഞാൻ ജിബി ജിജോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്, ഏവരുടെയും പ്രിയപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. തീരെ കനം കുറയ്ക്കാൻ പാടില്ല. അങ്ങനെ ഞാനിവിടെ ഏകദേശം 1 കിലോയോളം ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തണുത്ത വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കളറൊന്നും മാറാതെ ഉരുളക്കിഴങ്ങ് ഇരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. അപ്പം മൊത്തം അങ്ങനെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. കുറച്ചേറെ വെള്ളം എടുക്കുക. നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക. നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയാനുള്ളതാണ്, കൂടിപ്പോയാലും കുഴപ്പമില്ല. വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് ഒരു 70% നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ വേവിച്ചെടുക്കണം. ഉടയാൻ പാടില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ എടുക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ലതുപോലെ നമുക്ക് വേണ്ടുന്ന പരുവത്തിൽ വെന്തിട്ടുണ്ട്. ഇപ്പം ഞാനത് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ്. ഈ വെള്ളം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കളയണം. ഇത് ഒരു ട്രെയിൽ ഞാൻ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലെ വെള്ളം ഒപ്പിക്കളഞ്ഞിട്ട് ഇതിനെ ശരിക്കും ഒന്ന് തണുക്കാനായിട്ട് വിടണം. ഒരു ടിഷ്യൂ ഇതിൻ്റെ മേലേലിട്ടിട്ട് വെള്ളം ഇതുപോലെ മെല്ലെ മെല്ലെ ഒപ്പിയെടുക്കുകയാണ്. വെള്ളം ഒപ്പിക്കളഞ്ഞതിന് ശേഷം അതിനെ നല്ലപോലെ തണുക്കാനായിട്ട് വിടുക. ഉരുളക്കിഴങ്ങ് എല്ലാം ഞാൻ 2 ട്രെയിലായിട്ട് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ ഒടിച്ച് കാണിക്കാം. കണ്ടോ, ഇത് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ഉരുളക്കിഴങ്ങിനെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്കിത് പരസ്പരം ഒട്ടാത്ത രീതിയിൽ അതിനെ ലെയർ ചെയ്ത് വെക്കുകയാണ്. പൊട്ടറ്റോ ലെയർ ചെയ്തിടുകയാണ്. മേലെ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് കൊടുക്കുകയാണ്, അല്ലെ ബട്ടർ പേപ്പർ. അതിന് മേലെയാണ് അടുത്ത ലെയർ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതിനെ നമുക്ക് പാക്ക് ചെയ്തെടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും തണുപ്പിച്ചതിന് ശേഷം വേണം നമുക്കിതിനെ വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അന്നേരമാണ് അത് നല്ലതുപോലെ ഇങ്ങനെ വെളിവശം ഫ്രൈഡായിട്ടും അകത്ത് നല്ല സോഫ്റ്റായിട്ടും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു പരുവത്തിൽ കിട്ടുക. അതേപോലെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഇതേപോലെ അടുക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന അത്രയും മാത്രം നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് ആ നെക്സ്റ്റ് ഡേയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചെറിയ പോർഷൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് തിക്കി ഇടരുത്. അപ്പോൾ അതങ്ങ് ഒരുമാതിരി സോഗിയായി പോവും നമ്മുടെ ഫ്രൈസ്. അപ്പോൾ അതിനിങ്ങനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ഫ്രൈഡായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെതറി തന്നെ കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ എമൗണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ ഫ്രൈസ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഫ്രൈസ് നല്ലപോലെ ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിതിനി കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഞാനത് ഒടിച്ച് കാണിക്കാം. ഇങ്ങനെ എളുപ്പം ഉടയുകയും ചെയ്യും. അകം നല്ല സോഫ്റ്റാണ്, പുറമെന്ന ഫ്രൈഡായിട്ടുമാണ് ഇരിക്കുന്നത്. റൈസൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് നല്ലതുപോലെ മിക്സായി കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രൈസിന് ഒരു ആ ഒരു നമ്മൾ ഫ്രൈസ് തിന്നു പുറമേ നിന്നൊരു ഉപ്പിൻ്റെ രസം കിട്ടുമല്ലേ, അതും കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെള്ളം തിളപ്പിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കും. ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പം തന്നെ ചെയ്യാം. ജസ്റ്റ് ബോയിൽ ചെയ്യണം, തണുപ്പിക്കണം, പിന്നെ അതിനെ
ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയും സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.